അപ്പോൾ ഇതാ അന്നത്തെ ദിവസം രാവിലത്തെ ടിഫിൻ ബോക്സിലേക്കുള്ള ഐറ്റം റെഡിയാക്കി എടുക്കലാണ്. ഞാനിപ്പോൾ ഇതാ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. എഗ് വൈറ്റില്ലേ, മുട്ടൻ്റെ വെള്ള, അത് മാത്രം സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കലാണ്. കുരുമുളക് ക്രഷ് ചെയ്തതും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കോൺഫ്ലോറാണ്. 2-3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട്. എന്നിട്ടിതാ ഞാനിപ്പം ഒരു മുട്ടൻ്റെ വൈറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എനിക്കിപ്പോൾ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക. ഇത്ര അധികം ഓയിൽ വേണമെന്ന് നിർബന്ധമില്ല. ഇങ്ങനെ ഫ്രൈ ആക്കി കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ആ ഒരു തനതായ ടേസ്റ്റിലുള്ള ന്യൂഡിൽസ് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ ഭക്ഷണത്തിൽ ടേസ്റ്റ് കൂടാൻ വേണ്ടിക്ക് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുമ്പം ഓയിൽ നല്ലോണം ചൂടായിട്ട് മാത്രം ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്കുള്ള വെജീസ് കട്ടാക്കി എടുക്കലാണ്. നമ്മൾ 2 ക്യാരറ്റും പിന്നെ ഒരു ചെറിയ പീസ് ക്യാബേജ്, ഒരു ഉള്ളി, പിന്നെ ഒരു 10-15 അല്ലി 8 അല്ലിയെല്ലാം വെളുത്തുള്ളിയും കൂടി വേണം കേട്ടോ. പിന്നെ ക്യാപ്സിക്കവും വേണം. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കലാണ്. നമ്മൾ കുക്ക് ചെയ്യുമ്പോഴേ ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ന്യൂഡിൽസ് എല്ലാം ഉണ്ടാക്കുമ്പം ഈ ഒരു ക്യാബേജും ക്യാരറ്റെല്ലാം നല്ലോണം നേരിയ രീതിയിൽ വേണം കട്ടാക്കി എടുക്കാൻ. എന്നാലാണ് ആ ഒരു പെർഫെക്ഷൻ കിട്ടുക കേട്ടോ, റെസ്റ്റോറൻറ്റിലെല്ലാം കിട്ടുന്ന രീതിയിലുള്ള. ഇനിയിപ്പോൾ നമ്മൾ ഉള്ളി കട്ടാക്കും മുമ്പേ ഉള്ളിൻ്റെ നടുഭാഗത്തുള്ള ആ ഒരു എന്താ പറയുക തടിച്ച ഭാഗം ഉണ്ടാവില്ലേ, അതും കട്ടാക്കിയിട്ട് കളയണം കേട്ടോ. പിന്നെ ക്യാബേജ് കട്ടാക്കുമ്പോൾ ആ ഒരു ലീഫി ഭാഗം മാത്രം കട്ടാക്കി എടുക്കുക, ബാക്കിയുള്ളതെല്ലാം അങ്ങ് ഒഴിവാക്കുക കേട്ടോ. എന്നാലാണ് ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. എല്ലാം കൂടിയിട്ട് നേരെ രീതിയിൽ തന്നെ കട്ടാക്കി എടുക്കലാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, കുറച്ച് വെളുത്തുള്ളി, ഒരു ഉള്ളിയും കൂടിയാണ്. നമ്മൾ ന്യൂഡിൽസ് എല്ലാം റെഡിയാക്കുമ്പോഴേ വെള്ളം നല്ലോണം തിളച്ച് വരണം. എന്നിട്ട് മാത്രമേ ന്യൂഡിൽസ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഞാനിപ്പോൾ വെള്ളത്തിലേക്ക് കുറച്ച് ഓയിലും ആവശ്യത്തിന് ഉപ്പും പിന്നെന്താ മുളക് പൊടി, ജസ്റ്റ് ഒന്ന് കളറ് ചേഞ്ച് ആയിട്ട് വരാൻ വേണ്ടിക്ക് മുളക് പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ റെഡ് ചില്ലി റെഡ് കളർ ഉണ്ടാവില്ലോ, ഫുഡ് കളറ്, അത് ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പെല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു വൈറ്റ് കളറ് മാറിയിട്ട് ആ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ഒരു റെഡിഷ് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ന്യൂഡിൽസ് എടുക്കലാണ്. ന്യൂഡിൽസ് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കില്ല കേട്ടോ. ഇങ്ങനെ ഇപ്പം തന്നെ ഇട്ട് കൊടുത്തതിനാൽ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ടാവും. ഈ വെള്ളം നല്ലോണം തിളച്ചിട്ട് ഇട്ട് കൊടുത്തതിനാൽ 1 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായിട്ട് വരില്ല ന്യൂഡിൽസ്. അപ്പോൾ വെള്ളം തിളച്ച് വരാൻ പോകുന്നുണ്ട്. ആ ഒരു ടൈമിലാണ് ഞാൻ ഈ ന്യൂഡിൽസ് ഇട്ട് കൊടുത്തത് കേട്ടോ. എന്നിട്ട് 1 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായിട്ട് വരും. പിന്നെ ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ ഫില്ലിങ് എല്ലാം കട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന്. അപ്പോൾ അധിക ടൈമൊന്നും നമുക്കിത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അന്നേരം തന്നെ ഊറ്റിയെടുത്ത ഉടനെ തന്നെ നമുക്ക് കുക്ക് ചെയ്യാനും പറ്റും. ഞാനിപ്പോൾ വെള്ളം ഊറ്റിയെടുക്കലാണ്. വെള്ളം ഊറ്റിയെടുക്കുന്ന ടൈമിൽ നമുക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിളച്ച് വരുന്ന ടൈമിലാണ് ഈ ന്യൂഡിൽസ് ഇട്ട് കൊടുത്തത്, വെള്ളം തിളച്ച് വരുന്ന ടൈമിൽ. അപ്പോൾ ഒട്ടും എത്ര ടൈം വെച്ചാലും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. കാര്യം ഓയിലും വെള്ളവും എല്ലാം കൂടി തിളച്ച് ശേഷമാണ് നമ്മൾ ഈ ഒരു ന്യൂഡിൽസ് ഇട്ട് കൊടുത്തത്. ഇനിയിപ്പം ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിലേക്ക് ബട്ടറാണ് വേണ്ടേ. എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലാത്തതുകൊണ്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കലാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് കട്ടാക്കി വെച്ച വെളുത്തുള്ളിയും നമ്മൾ നേരത്തെ കട്ടാക്കി വെച്ച ഉള്ളിയില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് വാടി വരുന്ന ടൈമിൽ ഇതിലേക്ക് കട്ടാക്കി വെച്ച ക്യാബേജും ക്യാരറ്റും ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, ഈ ക്യാരറ്റും ക്യാബേജെല്ലാം നേരിയ രീതിയിൽ കട്ടാക്കി കഴിഞ്ഞാൽ ഒരു പെർഫെക്ഷൻ ഉണ്ടാകും കേട്ടോ കാണാൻ വേണ്ടിക്ക്. ഇനിയിപ്പോൾ ഇതിലേക്ക് ക്യാപ്സിക്കും കൂടി ഇട്ട് കൊടുക്കലാണ്. നല്ലോണം കുക്കായിട്ട് വരണ്ട, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ തന്നെ സോയാ സോസും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് ഭയങ്കരമായിട്ട് കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വിനെഗർ, പിന്നെന്താ പാപ്രിക്കയിലെ പൗഡർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ റെഡ് ചില്ലി ഫ്ലെക്സ് ഇല്ലേ, അത് ചേർത്ത് കൊടുക്കുക. ഒറിഗാനോ ഉണ്ടെങ്കിൽ ഒറിഗാനോ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്യുക കേട്ടോ. ഇനിയിപ്പം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ന്യൂഡിൽസില്ലേ, അത് ഞാൻ ഈ വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു മസാലയും പിന്നെ ഫ്രൈ ആക്കി വെച്ച ചിക്കനും മുട്ട ചേർക്കുന്നുണ്ടെങ്കിൽ മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മിക്സ് ആക്കി എടുക്കുക. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ പെർഫെക്ഷനിൽ അതേ കളറിൽ അടിപൊളി ടേസ്റ്റുള്ള ന്യൂഡിൽസാണ്. നിങ്ങൾ എന്തായാലും റെഡിയാക്കി നോക്കുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുപോലെയുള്ള ഒരുപാട് റെസിപ്പി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടിക്ക് പറയലാണ്. ഇർഫാന ഷംഷീർ, നിങ്ങൾക്ക് ഏത് റെസിപ്പിയാണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ.
ഇനിയിപ്പോൾ എല്ലാം കൂടി മിക്സ് ആക്കി എടുത്താൽ നമ്മുടെ ന്യൂഡിൽസ് റെഡിയാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ആക്കി നോക്കുക. കുട്ടികൾക്കെല്ലാം ടിഫിൻ ബോക്സിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ പാർട്ടിയിലോ എല്ലാം സെർവ് ചെയ്യാൻ അടിപൊളി റെസിപ്പിയാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കുക. അപ്പോൾ അടുത്തൊരു റെസിപ്പി സാൻഡ്വിച്ച് ആണ്. ഇതിനായിട്ട് ഇതാ ഞാൻ ചിരകിയ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, 3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക, ഒരു കൈപ്പിടി നിറയെ മല്ലിയില ചേർത്ത് കൊടുക്കുക, പുതിനയില ഉണ്ടെങ്കിൽ പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുക. ഞാനിപ്പോൾ ഇത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ മുട്ട വേവിച്ചെടുത്തിട്ടുണ്ട്. മുട്ടയിൽ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കി എടുക്കുന്നുണ്ടെങ്കിൽ കട്ടാക്കി എടുക്കുക. ഞാനിപ്പോൾ 5 മുട്ട എടുത്തിട്ടുണ്ട് വേവിച്ചെടുത്തത്. ഇനിയിപ്പോൾ നമ്മൾ ഈ മിക്സിയിലെ നമ്മൾ അരച്ചു വെച്ച തേങ്ങൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റുള്ള പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണ് കേട്ടത്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് കുരുമുളക് ക്രഷ് ചെയ്തതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇതാ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിലേക്കോ ഇല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തിയിലേക്കോ പൊറോട്ടയിലേക്കോ എല്ലാം നമുക്ക് ഈ ഒരു ഫില്ലിങ് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷനലാണെന്നുണ്ടെങ്കിൽ മാത്രം കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ മയോണീസ് ഉണ്ടാവില്ലേ, മയോണീസ് ചേർത്ത് കൊടുക്കുക. കുട്ടികൾക്കെല്ലാം ടിഫിൻ ബോക്സിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരം സ്കൂളിലോട്ട് വരുമ്പം സ്നാക്കായിട്ടോ എല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി സാൻഡ്വിച്ചാണ്. അപ്പോൾ ഇതാ ഞാനെല്ലാം കൂടി ഇതുപോലെ ഫില്ലാക്കി എടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ചൂടാക്കി എടുക്കുന്നുണ്ടെങ്കിൽ ചൂടാക്കി എടുക്കാം. ഞാനിപ്പം ചൂടാക്കുന്നൊന്നുമില്ല, ഒന്ന് കട്ടാക്കി എടുക്കലാണ്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലും കട്ടാക്കി എടുക്കാം. വീട്ടിലെല്ലാം ഗസ്റ്റെല്ലാം പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ കുറച്ച് തേങ്ങയും മുട്ടയും ബ്രെഡെല്ലാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഐറ്റമാണ്. എന്തായാലും ട്രൈ ആക്കി നോക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിക്ക്. ഇനിയിപ്പം അടുത്ത റെസിപ്പി റെഡിയാക്കാൻ വേണ്ടിക്ക് ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായിട്ട് വന്നാൽ ഇതിലേക്കില്ലേ ചെറുതാക്കി കട്ടാക്കിയ 8 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. ഓയിലോ ബട്ടറോ ഗീയോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. കുട്ടികൾക്കെല്ലാം നമ്മൾ സെർവ് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ബട്ടറിൽ ചെയ്തെടുത്താലായിരിക്കും നല്ലത്. പിന്നെ ഞാനിത് കുറച്ചധികം ഉച്ചക്കേക്കുള്ളതായിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ കുട്ടികൾക്ക് ഒരു കുട്ടിക്കെല്ലാം ഉണ്ടാക്കുകയാണെങ്കിൽ 1/2 കപ്പ് റൈസെല്ലാം വേവിച്ചിട്ട് കുറച്ച് വെജീസും കുറച്ച് ഓയിലും 2 അല്ലി വെളുത്തുള്ളിയെല്ലാം ചേർത്തിട്ട് കുക്കാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഇതാ വെളുത്തുള്ളി ഒന്ന് കുക്കായിട്ട് വന്നേരില്ലേ ഇതിലേക്കില്ലേ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി കുറച്ച് വലിയ പീസാക്കിയിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കും സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, നല്ല ടേസ്റ്റി ആയിരിക്കും. വെജീസിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, വേറെ സ്പൈസസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. വെജീസ് ഒന്ന് കുക്കാക്കി എടുക്കുക, വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഓയിലിൽ കിടന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. ഇനി ഇതിലേക്കില്ലേ വെജീസ് കുക്കായിട്ട് വന്നാൽ ഇതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കുക. മുട്ടയിലേക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മുട്ട ചിക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഞാൻ ഒരു ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കഴുകി വേവിച്ചിട്ട് ഊറ്റി വെച്ച റൈസ് ബസ്മതി റൈസാണ് ചേർത്ത് കൊടുക്കുക. ഏത് റൈസായാലും ബിരിയാണി റൈസായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇത് അവസാനമായിട്ട് ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഇത് കാണാൻ തന്നെ അടിപൊളിയാണ് കേട്ടോ, കഴിക്കാനും അടിപൊളിയാണ്. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ അടിപൊളി വെജിറ്റബിൾ റൈസ് റെഡിയാവും. ഇത് കുട്ടികൾക്ക് പെട്ടെന്നെല്ലാം സ്കൂളിലേക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയ ഐറ്റമാണ്. നമ്മൾ തലേദിവസം രാത്രി തന്നെ കുറച്ച് വെജീസ് എല്ലാം കട്ടാക്കി ബോക്സിലാക്കി വെക്കുക. റൈസ് വേണമെന്നുണ്ടെങ്കിൽ ടൈം ഇല്ലാത്തവരാണെങ്കിൽ ഒന്ന് വേവിച്ചിട്ട് ഊറ്റി വെക്കുക. റൈസ് ഒന്നും വേവാൻ അത്ര ടൈം ഉണ്ടാവില്ലല്ലോ, അപ്പോൾ രാവിലെ തന്നെ അതെല്ലാം ചെയ്താൽ മതി. അങ്ങനെ ചെയ്തെടുക്കുക. അത്രയും ടൈമില്ലാത്ത ജോലിക്കെല്ലാം പോകുന്ന അമ്മമാരാണെങ്കിൽ അങ്ങനെ റൈസ് എല്ലാം തലേദിവസം കുക്കാക്കി വെക്കുകയാണെങ്കിൽ എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കേ വേണ്ടു. ഇനി അടുത്ത റെസിപ്പി പൊതിച്ചോറാണ് കേട്ടോ. ഒരുപാട് പേര് പണ്ട് കാലത്തെല്ലാം സ്കൂളിലേക്ക് കൊണ്ടുപോയി എന്നെല്ലാം പറയുന്ന ഐറ്റമാണ്. പിന്നെ നമ്മുടെ ഭാഗത്തൊന്നും അധികം ഇല്ലാത്ത ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഇത്. പൊതിച്ചോറ് നമ്മുടെ ഭാഗത്തൊന്നും ഇതുവരെ അങ്ങനെ സ്കൂളിൽ കൊണ്ടുപോയിനോന്ന് അങ്ങനെ ഇല്ല, പക്ഷെ അധികം ആൾക്കാരും പറയുന്നേക്കാം. പക്ഷേ അടിപൊളിയായിട്ട് എങ്ങനെയാണ് പൊതിച്ചോറ് ഉണ്ടാക്കുന്നുള്ള റെസിപ്പി ഞാൻ കാണിച്ചു തരാം. ഞാനിതാ കോവക്ക കട്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്കില്ലേ ഒരു മുറി തേങ്ങ, 3 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ചെറിയ ജീരകം 1 ടീസ്പൂണും മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണും എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കുക, ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇതിപ്പം 1/4 കിലോ കോവക്ക ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്കില്ലേ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കടുക് പൊട്ടിച്ചെടുക്കുക. നമുക്ക് വെജിറ്റബിൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കുട്ടികൾക്ക് രാവിലെ എന്താ ഉണ്ടാക്കി കൊടുക്കാമെന്ന് ചിന്തിക്കുമ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഐറ്റമാണ് കേട്ടോ. പൊതിച്ചോറ് കറികളുടെ ആവശ്യമൊന്നുമില്ലല്ലോ. വയലുണ്ടെങ്കിൽ കുറച്ച് ചോറും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഐറ്റമാണ്. ഞാനിപ്പോൾ അതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കലാണ്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. മിക്സി കഴുകിയ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. എന്നിട്ടില്ലേ ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് കുക്കാക്കി എടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള ചമ്മന്തി റെഡിയാക്കാൻ വേണ്ടിക്കില്ലേ ഞാനിതാ
എന്താ പറയുക മുളകില്ലേ, വറ്റൽ മുളക്, അതൊന്ന് ചുട്ടെടുക്കലാണ്. ഇതുപോലെ അടുപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ രണ്ട് ഭാഗത്തും ഒരുപോലെ കളർ ചേഞ്ച് ആയിട്ട് വരുന്ന രീതിയിൽ ഒന്ന് ചുട്ടെടുക്കുക. ഇതിലെല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കും അല്ലേ, നല്ലൊരു സ്മെല്ല് വരും കേട്ടോ ഇങ്ങനെ ചുട്ടെടുക്കുമ്പം. അപ്പോൾ ഇതാ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചുട്ടെടുക്കുക. ഞാനിപ്പോൾ ഒരു ചെറിയ പീസ് ഉള്ളിയും കൂടി ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട്. ഈ ഒരു കളറായിട്ട് വരുന്ന ടൈമിൽ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ കഴുകിയിട്ട് വറുത്ത് വെച്ച ഉണക്കച്ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മുറി തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ചുട്ടെടുത്ത മുളകില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഉണക്കച്ചെമ്മീനില്ലേ ഞാൻ കഴുകിയിട്ട് തലഭാഗവും വാലിൻ്റെ ആ ഒരു ഭാഗവും കളഞ്ഞിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതാ 4 അല്ലി വെളുത്തുള്ളിയും കുറച്ചധികം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചതച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് അവസാനമായിട്ട് ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചെക്ക് ചെയ്യണം കേട്ടോ. ഇതെല്ലാം കൂടി മിക്സാക്കി എടുക്കുക. ഇതിപ്പം ഒരു തേങ്ങ അല്ലാന്നുണ്ടെങ്കിൽ അരമുറി തേങ്ങയിൽ ചെയ്തെടുക്കുന്നതാണ്. എല്ലാം കൂടി മിക്സാക്കിയാൽ അടിപൊളി ടേസ്റ്റ് ആയിട്ട് ചുട്ട് അരച്ച ഒരു ഉണക്കച്ചെമ്മീൻ ചമ്മന്തി റെഡിയാവും കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. കഞ്ഞിൻ്റെ കൂടെയും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊതിച്ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ അടിപൊളിയാണ്. ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കാം. നാടൻ ഫുഡിൽ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടമാവും. ആ ഒരു ടൈമിൽ ഇതാ നമ്മുടെ കോവക്ക എന്താ പറയുക വറവ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ വറവ് എന്നാണ് പറയൽ. അപ്പോൾ അതും കൂടി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം മുട്ടംപ്ലേറ്റ് റെഡിയാക്കണം. മുട്ടംപ്ലേറ്റ് റെഡിയാക്കാൻ എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ. ഞാനിപ്പോൾ ഒരു ഉള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി ചെറുതായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മുട്ട ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1 ടേബിൾ സ്പൂണോ അല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി എത്ര വേണോ 1 ടീസ്പൂണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടിത് 2 ഭാഗം ഒരുപോലെ കുക്കായിട്ട് വരുന്ന രീതിയിലൊന്ന് കുക്കാക്കി എടുക്കുക. ഞാനിപ്പോൾ അടച്ച് വെച്ചിട്ടാണ് കുക്കാക്കി എടുത്തത്. എന്നിട്ട് ഒരു ഭാഗം കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. ഇത് കുഞ്ഞു ഓംലേറ്റ് ആയിട്ട് റെഡിയാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. രാവിലെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലേക്ക് എന്താ റെഡിയാക്കാമെന്ന് ടെൻഷൻ അടിക്കുന്ന ഉമ്മമാർക്ക് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന കുറച്ച് വെജീസ് എല്ലാം ഉണ്ടെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഐറ്റം ഒന്ന് പൊതിച്ചോറ്. പണ്ടത്തെ ഉമ്മമാരെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്ന ഐറ്റം കൂടിയാണ്. പിന്നെ നമ്മുടെ കണ്ണൂർ ഭാഗത്ത് അത്ര ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊതിച്ചോറൊന്നും ഉണ്ടാക്കുന്നത് അധികം എനിക്കറിയില്ല. നമ്മുടെ ഭാഗത്തൊന്നും ഈ കുറവ് തന്നെയാണ് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റുള്ള ഐറ്റം ഒന്നും നമ്മുടെ ഭാഗത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അടിപൊളിയല്ല എന്നൊന്നും പറയില്ല. അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ചെമ്മീനും ഉള്ളിയും തക്കാളിയെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ നമ്മുടെ എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വാഴയില ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. വാഴയില ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചോറിട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു വറവ് ഇട്ട് കൊടുക്കുക. ഈ വറവ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വറവ്, പയറിൻ്റെ വറവോ ഏതായാലും കുഴപ്പമില്ല. പക്ഷേ ഇത് നമ്മൾ എന്താ പറയുക തേങ്ങ അരച്ചിട്ട് ചെയ്തതായതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം മുട്ടംപ്ലേറ്റ് വെച്ച് കൊടുക്കുക. പിന്നെ ഒരു ചമ്മന്തിയും കൂടി. പിന്നെ ഉപ്പിലിട്ട് എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ അതും കൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് എന്താ പറയുക ഈ ഒരു വാഴയിലൊന്ന് പൊതിനെടുക്കുക. ഇതിലേ രാവിലെ നമ്മളിങ്ങനെ പൊതിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ സ്കൂളിൽ പോയിട്ട് അത് ഓപ്പൺ ആക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും. അടിപൊളി ടേസ്റ്റിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കുക. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും. അടുത്തത് വെജിറ്റബിൾ പുലാവാണ്. അതിനായിട്ട് ഇതാ ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്കില്ലേ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഏത് ഓയിലായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് 3-4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണക്ക് പകരം ബട്ടർ എടുക്കുന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് എന്താ പറയുക ഈ ഒരു വെളുത്തുള്ളി നല്ലോണം വെളുത്തുള്ളിൻ്റെ റോ സ്മെല്ല് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജീസ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം ബ്രൊക്കോളി, ക്യാരറ്റ്, ബീൻസ് എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിതാ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. കോളിഫ്ലവർ ഉണ്ടെങ്കിൽ കോളിഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെജീസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കുക. ഞാനിപ്പം എന്താ പറയുക എൻ്റെ കയ്യിലുള്ള ഐറ്റംസ് എടുത്തതാണ്. എന്നിട്ടിത് അടച്ച് വെച്ച് വേവിക്കുക. വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. ഇനിയിപ്പോൾ ഇതാ ഞാൻ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്കുള്ള ബസ്മതി റൈസാണ് ഇട്ട് കൊടുത്തത്. കുറച്ച് ഓയിലും കറാമ്പ്, പട്ട, ഏലക്ക എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ. ബസ്മതി റൈസ് എന്താ പറയുക വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് അരിയിട്ട് കുതിർത്ത് വെച്ച ഒരു 10 മിനിറ്റ് കഴുകി കുതിർത്ത് വെച്ച റൈസ് ഇട്ട് കൊടുക്കുക. ഒരു 90% മാത്രം എന്താ പറയുക വെന്ത് കഴിഞ്ഞാൽ ഊറ്റിയെടുക്കാം. ഇതിലേക്കില്ലേ ഞാൻ ചിക്കൻ ഫ്രൈയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഇതിങ്ങനെ വെറുതെ കഴിക്കാനും എന്താ പറയുക ചിക്കൻ ഫ്രൈ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. വെറുതെ കഴിക്കാനും അടിപൊളി തന്നെയാണ്. ഞാനിപ്പം ടിഫിനിലേക്ക് ഒരു ചിക്കൻ ഫ്രൈയും കൂടി റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് എന്നെ റെഡിയാക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ വെജീസ് കുക്കായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനെ കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഉച്ചക്കേക്ക് കൂടി ഉണ്ടാക്കുന്ന ഐറ്റംസാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കുറച്ച് ക്വാണ്ടിറ്റി മതിയെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റിയിൽ 1 കപ്പ് റൈസിലെല്ലാം കുറച്ച് വെജീസെല്ലാം ഇതുപോലെ
വേവിപ്പിച്ചെടുത്തിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വെജീസ് എല്ലാം നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഒരു സ്പൈസസും ആഡ് ചെയ്തിട്ടില്ല. ഇനി ഇതിലേക്ക് മുട്ട ഓംലേറ്റ് റെഡിയാക്കി എടുക്കണം. 2 മുട്ട നല്ലോണം മിക്സാക്കി എടുക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. വേറെ ഒന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. എന്നിട്ട് ഓംലേറ്റ് റെഡിയാക്കൂലേ അതുപോലെ റെഡിയാക്കി എടുക്കുക. അപ്പോഴേക്കും നമ്മുടെ റൈസെല്ലാം കുക്കായിട്ട് ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് റൈസും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി മിക്സാക്കി എടുക്കുക. ക്യാപ്സിക്കം എന്തായാലും ചേർത്ത് കൊടുക്കുക കേട്ടോ. കാര്യം നമ്മൾ വേറെ സ്പൈസസ് ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് ആ ഒരു ഫ്ലേവർ ഉണ്ടാവില്ല. അപ്പം ക്യാപ്സിക്കം എന്തായാലും ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ ഓംലേറ്റും കൂടി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇത് കട്ട് ചെയ്തെടുക്കണം. ഒരു ഭാഗം കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഒരു സ്ക്വയർ പീസ് ആക്കിയിട്ടാണ് നമ്മൾ കട്ടാക്കി എടുക്കുന്നത്. പിന്നെ ചിക്കനിൽ സാധാ ഉപ്പും മുളകും കുറച്ച് വിനെഗറും കൂടി ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നതാണ്. ഈ ഒരു റൈസിൻ്റെ കൂടെയിലെ എന്താ പറയുക, ഈ ഒരു വെജിറ്റബിൾ പുലാവിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഉച്ചക്കോ അല്ലാന്നുണ്ടെങ്കിൽ രാത്രിയോ അല്ലാന്നുണ്ടെങ്കിൽ പാർട്ടിയിലെല്ലാം സെർവ് ചെയ്യാൻ അടിപൊളിയായിട്ടുള്ള കാണാനും ഭംഗിയുള്ള ഒരു ടൈപ്പ് പുലാവാണിത്. അപ്പോൾ ഇതാ ഞാൻ സ്ക്വയർ ആയിട്ടാണ് കട്ടാക്കി എടുക്കുന്നത്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മുട്ട കട്ട് ചെയ്തെടുക്കാം. പക്ഷേ ഇങ്ങനെ ആകുമ്പോഴേ കുറച്ചുകൂടി കാണാൻ ഭംഗിയായിരിക്കും. നമ്മളൊരു പാർട്ടിയിലെല്ലാം സെർവ് ചെയ്യുമ്പം നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിക്ക്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ദം ചെയ്തെടുക്കുക. ഒരു 5-10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഞാൻ ടിഫിൻ ബോക്സ് റെഡിയാക്കി എടുക്കലാണ്. ഇതുണ്ടല്ലേ പെർഫെക്റ്റ് ആയിട്ട് റൈസും ആ ഒരു വെജീസെല്ലാം കുക്കായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ബ്രൊക്കോളിയെല്ലാം കഴിക്കാത്ത കുട്ടികളും ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ബ്രൊക്കോളിയൊന്നും ഇല്ലയെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ് അങ്ങനെയുള്ള വെജീസ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാനിത് സെർവ് ചെയ്യലാണ്. നല്ല ചൂടോടെ തന്നെ ടിഫിൻ ബോക്സിലേക്കോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പാർട്ടിയിലല്ലാന്നെങ്കിൽ സെർവ് ചെയ്യാമെന്നെങ്കിൽ അടിപൊളിയായിരിക്കും. ഇതിക്കിപ്പം മുട്ട ഇങ്ങനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തുകൊണ്ട് കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കുക. അടിപൊളി റെസിപ്പിയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ചിക്കൻ ഫ്രൈയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ പാർട്ടിയിലെല്ലാം സെർവ് ചെയ്യുമ്പോൾ ചിക്കൻ ഫ്രൈൻ്റെ കൂടെ ചിക്കൻ 65 എല്ലാം കൂടെ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാണെങ്കിലേ ഇതുപോലെ ഒരുപാട് ടിഫിൻ ബോക്സ് റെസിപ്പീസും സ്നാക്സ് റെസിപ്പീസും എല്ലാം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് റെസിപ്പിയാണോ വേണ്ടത് ഇർഫാന ഷംഷീർ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ആ റെസിപ്പി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അടുത്ത റെസിപ്പി നമ്മുടെ കണ്ണൂർ സ്റ്റൈല് മക്രോണിയാണ് കേട്ടോ. അതിനായിട്ട് ഇതാ ഞാൻ 3 ഉള്ളി ചെറുതായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. 4-5 തക്കാളി, 3-4 കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് പുളി അധികം വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക 2 തക്കാളി ചേർത്ത് കൊടുക്കുക. എന്താ പറയുക, തക്കാളി അധികം വേണ്ടാന്നുണ്ടെങ്കിൽ 2 തക്കാളി ചേർത്ത് കൊടുക്കുക. ബാക്കി ചെറുനാരങ്ങയോ വിനെഗറോ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഉള്ളി നല്ലോണം കുക്കാക്കാൻ വെക്കുക. ഞാനില്ലേ ചിക്കന് ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. ഉപ്പും മുളകും പിന്നെ കുറച്ച് വിനെഗറും കൂടി മിക്സ് ആക്കിയിട്ട് ചിക്കന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ മക്രോണിയും വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിക്കന് ഫ്രൈ ആക്കി എടുത്ത ഓയിൽ തന്നെയാണ് ഉള്ളി കുക്കാക്കാൻ വെക്കുന്നത്. ഇപ്പോൾ 2 പാക്കറ്റ് മക്രോണിക്കാണ് കേട്ടോ. 4 ഉള്ളി പറഞ്ഞേ. നിങ്ങൾ കുറച്ചെല്ലാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിൻ്റെ അളവും തക്കാളിൻ്റെ അളവെല്ലാം കുറച്ചെടുക്കുക. ഞാനിപ്പോൾ ഇതാ 8 അല്ലി വെളുത്തുള്ളിയും 1 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും 5 പച്ചമുളക്, എരിവിനനുസരിച്ച് നിങ്ങൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി ചതച്ചെടുത്തതാണ്. അതിൻ്റെ റോസ് സ്മെല്ലും മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ കട്ടാക്കി വെച്ച് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക. തക്കാളിയെല്ലാം കുറച്ച് അധികം ചേർത്ത് കൊടുത്തതിനാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. നമ്മളിപ്പോൾ 3 ഉള്ളി എടുക്കുന്നെങ്കിൽ ഒരു 4-5 തക്കാളി ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, 2 തക്കാളി ആയാലും മതി. പക്ഷേ പുളിക്ക് വേണ്ടിക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ തക്കാളിയും കൂടി കുക്കാക്കി എടുക്കുക. അപ്പോൾ ഇതാ തക്കാളി കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുരുമുളക് ക്രഷ് ചെയ്തത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. വേറൊരു സ്പൈസസ് ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഫ്രൈ ആക്കി വെച്ച ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ചിക്കനില്ലേ വലിയ പീസാക്കിയിട്ട് ഫ്രൈ ആക്കിയിട്ട് ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുക്കില്ലേ ചെറിയ പീസാക്കിയിട്ട്, അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പം ചെറിയ ചില്ലി പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് ഫ്രൈ ആക്കി എടുത്തതാണ്. ഇനി ഇതിലേക്കില്ലേ ഒരു കൈപ്പിടി നിറയെ മല്ലിയില, കുറച്ച് വിനെഗർ അല്ലാന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുക. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ അടിപൊളിയാണ്. ചപ്പാത്തി പൊറോട്ടൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ അടിപൊളിയാണ്. പിന്നെ നമ്മൾ ഇപ്പം മക്രോണി അല്ല റെഡിയാക്കുന്നത്. ഞാൻ മക്രോണി നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി തിളപ്പിച്ചെടുക്കുക. ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. വേവിച്ച് വെച്ച മക്രോണിയിലേക്കില്ലേ ഈ ഒരു മസാല ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ 2 പാക്കറ്റ് മക്രോണി വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു ചിക്കന്, ഒരു മീഡിയം സൈസിലുള്ള ചിക്കനാണ് കേട്ടോ ഫ്രൈ ആക്കി എടുത്തത്. പിന്നെ നിങ്ങൾ കുട്ടികൾക്ക് സ്കൂളിലേക്കെല്ലാം കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 1 ഉള്ളി, 1 തക്കാളി, എന്താ പറയുക 3 അല്ലി വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചിയെല്ലാം ചതച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ആക്കി നോക്കാം. പിന്നെ ഇത് ഒരുപാട് പേര് കണ്ട റെസിപ്പി തന്നെ ആയിരിക്കും. എന്നാലും കാണാത്തവർക്ക് വേണ്ടിക്ക്, കുട്ടികളുടെ ടിഫിൻ ബോക്സ് എങ്ങനെയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിക്ക്
അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ചിക്കനെല്ലാം ഒന്ന് മുളകും ഉപ്പെല്ലാം പുരട്ടി വെച്ച് കഴിഞ്ഞാൽ തലേദിവസം തന്നെ റെഡിയാക്കി വെക്കുവാണെങ്കിൽ മക്രോണിയെല്ലാം വേവിച്ച് വെക്കുവാണെങ്കിൽ രാവിലെ ഈസി ആയിട്ട് ഒന്ന് ഉള്ളിയും തക്കാളിയെല്ലാം വഴറ്റിയിട്ട് ഒന്ന് മിക്സ് ആക്കല്ലേ വേണ്ടു. ഇനിയിപ്പോൾ തന്നെ ടിഫിൻ ബോക്സിലേക്ക് വിളമ്പലാണ്. ഇതിപ്പം കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലേക്കോ ഇല്ലാന്നുണ്ടെങ്കിൽ പാർട്ടിയിലോ, നമ്മുടെ കണ്ണൂർ ഭാഗത്തെല്ലാം അധികം ഈ ഒരു മക്രോണി പാർട്ടിയിലാണ് കേട്ടോ സെർവ് ചെയ്യുക. പിന്നെ ഞാനിത് വലിയ പീസാക്കിയിട്ട് കട്ടാക്കിയതാണ് ചിക്കന്. ഇങ്ങനെയല്ല ചിക്കൻ ഉണ്ടാവുക. ചിക്കനൊന്ന് ഫ്രൈ ആക്കിയിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ടാണ് കേട്ടോ ഉണ്ടായാൽ നമ്മൾ സ്നാക്കിനെല്ലാം ഒന്ന് പൊടിച്ചെടുക്കൂലേ, അതിലും കുറച്ച് വലിയ പീസാക്കിയിട്ട്. പിന്നെ ഇതിൽ നമുക്ക് ഡിന്നറിനും എല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ആക്കി നോക്കാം. ഇതെല്ലാം ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കണം, കാര്യം പെട്ടെന്ന് പാത്രം കാലിയാന്നായിട്ടൊന്ന്. പിന്നെന്താ, നിങ്ങളെൻ്റെ ചാനലിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസിന് തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല നല്ല കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിന്. താങ്ക് യു സോ മച്ച്. എൻ്റെ എല്ലാ റെസിപ്പിക്കും ടിഫിൻ ബോക്സ് റെസിപ്പിക്ക് കഴിഞ്ഞ ടിഫിൻ ബോക്സ് റെസിപ്പിക്കെല്ലാം തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ ഒരു റെസിപ്പിയും നിങ്ങൾ എന്തായാലും ട്രൈ ആക്കുമെന്ന് വിശ്വസിക്കുന്നു.